ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നമ്മളെ മൂന്നാമത്തെ എംബ്രോയ്ഡറിയാണ് നോക്കാൻ പോകുന്നത്. മൂന്നാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ ഇന്ന് ഏത് സ്റ്റിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നോക്കാം അല്ലേ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഒരു വേരിയേഷൻ സ്റ്റിച്ചാണ്, വിപ്പിഡ് റണ്ണിങ് സ്റ്റിച്ച്. ഈ സ്റ്റിച്ച് ചെയ്യാൻ നമുക്ക് 2 കളർ നൂലാണ് ആവശ്യം. ഒരു ഗ്രീൻ കളറും ഒരു യെല്ലോ കളറുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഇതിനു വേണ്ടി ആദ്യം നമുക്കൊരു റണ്ണിങ് സ്റ്റിച്ച് ചെയ്യണം. റണ്ണിങ് സ്റ്റിച്ച് എങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവർ പോയി ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഒരു സ്ട്രേറ്റ് ലൈൻ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങും. നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം താഴെ ഒരു കെട്ടിട്ട് കൊടുക്കുക. കെട്ട് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് പിന്നെ അഴിഞ്ഞു പോവാതിരിക്കാനാണ് ചെയ്യുന്നത്. ഇത് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്തൊരു കളർ നൂലെടുക്കുക. ഈ നൂല് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് 3 അഴ എടുത്തതിന് ശേഷമാണ് നമ്മളിതിൽ അടുത്ത സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഈ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ മുകളിലൂടെ തന്നെയാണ് നമ്മൾ അടുത്ത സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമ്മളിനി റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ നമ്മൾ താഴ്ന്ന് നീഡിൽ കുത്തി മുകളിലോട്ട് എടുത്തതിന് ശേഷം നീഡിൽ നിന്ന് ബാക്ക് പാർട്ടാണ് നമുക്കിതിനാവശ്യം. നമ്മൾ നീഡിൽ കുത്തി പോക്കിയതിന് ശേഷം നമ്മൾ കൂർപ്പുള്ള ഭാഗമല്ല, മറ്റേ നമ്മളെ ബാക്ക് സൈഡിലെ ത്രെഡ് ഉള്ള ഐ ഹോളുള്ള ഭാഗം ആ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഉള്ളിലൂടെ ഇട്ടിട്ട് മേലേക്ക് എടുക്കുക. പിന്നെ അടുത്തത് താഴത്തതിൽ ഒരേ ദിശയിൽ നമ്മൾ താഴെ കൂടെയാണ് ഇങ്ങനെ നീഡിലിടാൻ തുടങ്ങണമെങ്കിൽ താഴത്ത് കൂടെ തന്നെ ഇടണം. അല്ല നമ്മൾ മേലെ കൂടെയാണ് ഇടാൻ തുടങ്ങണമെങ്കിൽ ഫുള്ള് മേലെന്ന് ഇങ്ങനെ തുടങ്ങി താഴത്തേക്ക് വരുന്ന രീതിയിൽ ഒരേ ലെവലിൽ വേണം നമ്മൾ ചെയ്യാൻ. അതില്ലേ ചെയ്ത് വരുമ്പോൾ ത്രെഡ് ഒരു പിരിഞ്ഞിരിക്കുന്ന രീതിയിൽ നമുക്ക് കിട്ടും. ഇതുപോലെ നമ്മൾ റണ്ണിങ് സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ചെയ്ത് വരും. ഇത് നമ്മൾ ചെയ്ത് അവസാനം എത്തുമ്പോൾ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തില്ലേ, അതിൻ്റെ അവസാന എൻഡ് ഭാഗത്ത് നമ്മൾ സൂചി താഴത്തേക്ക് കൊണ്ടുവന്നിട്ട് ഒരു ലോക്ക് ചെയ്യുക. ബാക്കിൽ ത്രെഡ് പോരാത്ത പോലെ നമുക്കൊരു ലോക്ക് ഇടാം. അപ്പോൾ ഇതാണ് നമ്മുടെ റണ്ണിങ് വിത്ത് വിപ്പിഡ് സ്റ്റിച്ച്. ഇത് നമ്മൾ കമ്മീസിനും കിഡ്സിൻ്റെ ഫ്രോക്കിനൊക്കെ നെക്ക് ഡിസൈനായിട്ടും അതേപോലെ മോട്ടീഫൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പിക്ചറൊക്കെ വരച്ച് മോട്ടീഫ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഔട്ട്ലൈനായിട്ടും ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഞാനിതിൻ്റെ കൂടെ ഞാൻ ചെയ്ത 2-3 വർക്ക് ഞാൻ ആഡ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.